എല്ലാരും എന്നെ മഴയെ തീർത്തേക്കാ ബെൻസൻ. ഈ മഴക്കെന്താ നമ്മളോട് ഇത്ര വെറുപ്പ്? മോനെ പവി, എന്നെ കൂടെ കൂട്ടാൻ വന്നേക്കണേ അന്നത്തെ പോലെ. അവന്റെ കാര്യം നോക്കിയും കണ്ടും ചെയ്യണമെന്ന് പറഞ്ഞല്ലടാ സാറേ. യാർഡിന്ന് ആ ബൈക്ക് ഞാനങ്ങ് എടുത്ത് മാറ്റിയാലോ? നമ്മളെ പുണ്യാളന്റെ പാമ്പ് ഒഴുങ്ങൂലടാ. പുറത്താരോ വന്ന് നിൽക്കുന്നു നിന്നെ കാണാൻ. ആര്? ആ താരടെ ഈ രാത്രിയിലൊക്കെ നിന്നെ തിരക്കി വരും. എന്താ ബെൻസ് ഈ സമയത്ത് മഴയത്ത്? സാറേലും എന്നോട് സത്യം പറ. സാറന്മാരൊക്കെ കൂടെ ആരെയാ കൊന്ന്? എനിക്കൊന്നും അറിയില്ല. നിന്നെ വിളിച്ച സാറുമാരോട് ചോദിച്ചാൽ മതി. സത്യം പറയടാ, നീയൊക്കെ കൂടെ ആരെയാ കൊന്ന്? താൻ ആവശ്യം പറയല്ലേ. തൻ്റെ വീട്ടിൽ നിന്ന് പോയേ. വേഗം പോകാൻ നോക്ക് നിങ്ങൾ. Landslide has struck the Mundak-Kayam-Purak-Kayam region at early morning today, leaving many dead and several gone missing. Rescue operations are in full swing, led by the police, fire force and locals. പുലർച്ചെ 1 മണിയോടുകൂടി നടന്ന ദുരന്തത്തിൽ ഒട്ടനവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ചാക്കിൽ കെട്ടിയ നിലയിൽ അഴുകിയ ഒരു മനുഷ്യ ശരീരവും കൂടി ലഭിച്ചു എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 18-നും 23-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് ഇതെന്നും ഏകദേശം 4 ദിവസത്തോളം പഴക്കമുണ്ടെന്നുമുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിങ്ങളല്ല പറഞ്ഞത് അവിടെ കൊണ്ടേ കുഴിച്ചിട്ടാ പൊന്തൂലെന്നൊക്കെ? കയ്യും കാലും വിറച്ചിട്ട് പാടില്ല സാറേ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന വരെ ഉള്ളൂ നമുക്ക് സമയം.
ഒന്ന് മുങ്ങേണ്ടി വരും. മുങ്ങാനോ? എങ്ങോട്ട്? സുമയും പിള്ളേരൊക്കെ ഇവിടെ. നാട്ടിലാ? ആ ആ നന്നായി. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഈ സുധീഷൊക്കെ ആരുടെ കാലിലിടാലോ? എന്താ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഹരീഷെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ട് നീ ഞാൻ അങ്ങോട്ട് എന്താടോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് പഴക്കമുണ്ട് സാറേ, പണിയാണ്. സാറേ മണിയൻ വന്നായിരുന്നു, ഞാൻ അകത്തോട്ട് കയറ്റിയില്ല. ഇപ്പോഴാണ് പറഞ്ഞത്. മൃതദേഹം കിട്ടിയ ചാക്കിൽ നിന്നും ലഭിച്ച യൂണിഫോമിന്റെ അവശിഷ്ടങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി സുധീഷിന്റെ വീട്ടിൽ ആരാണ്ട് വന്ന് അവനെ ഇറക്കി കൊണ്ടുപോയെന്നാണ് അവന്റെ അച്ഛൻ പറയുന്നത്. സുധീഷിന്റെ അച്ഛൻ പറഞ്ഞത് പ്രകാരം അത് ബെൻസാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ബെൻസിന് സുധീഷിനും എന്താ എന്തേ പെണ്ണാ കാണ്ടോ പോടോ. മഴ അവര് തമ്മിൽ എന്ത് ഡിങ്കോൾഫിയാ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവരെവിടെ പോയിരിക്കുക? ഈ മകൻ മിസ്സിംഗ് ആണെന്ന് ഇവർക്ക് അറിയില്ലേ? വ്യാഴം വെള്ളിയൊന്നും ഇല്ലാത്തൊരു ചെറുക്കനാ. അവന്റെ തള്ളയും പെങ്ങളും വിചാരിച്ചേക്കുന്നത് അവൻ ഹോസ്റ്റലിലാമ്മ. പിന്നെ അവ കിളവല്ലേ വർഷ പറഞ്ഞ, അയാളും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് സാറെ, വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. ഇതും ആട്ടിക്കൊണ്ടിരിക്കാണ്ട്. എനിക്ക് കുറച്ച് സമയം കൂടെ താമനി. ഇനി സമയം വണ്ടിപ്പുര സ്റ്റേഷനിൽ നിന്നാ സാറേ. സംഗതി കൺഫേമാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു സാറേ. നമ്മുടെ മിസ്സിംഗ് കേസിലേക്ക് തന്നെ എല്ലാം കഴിഞ്ഞ് സാറേ. എന്താ കുഴപ്പമായ ഞാൻ മുങ്ങേ? മുങ്ങിയ പൊങ്കലടാ നമ്മൾ എന്തെങ്കിലും നമ്മളോ?